ചേർത്തലയിലെ മന്തി ഹോട്ടലിലെ വിഷു ആശംസാ പോസ്റ്റർ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ പ്രത്യേക മോണിറ്ററിംഗ് സെൽ ആരംഭിച്ചുവെന്ന് ജില്ലാ പോലീസ് മേധാവി. മതസ്പർദ്ധയുണ്ടാക്കും വിധം പോസ്റ്ററുകളും കമന്റുകളും ഇടുന്നവരുടെയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു. അതേസമയം ഹോട്ടൽ അടച്ചുപൂട്ടുന്നത് വരെ സമരം തുടരുമെന്നാണ് BDJS ജില്ലാ ജനറൽ സെക്രട്ടറി KR രൂപേഷ് പറയുന്നത്. പോസ്റ്റർ പുറത്തിറക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഹോട്ടൽ ഉടമകൾക്ക് SDPയുമായി ബന്ധമുണ്ട് എന്നുമാണ് ആരോപണം. പക്ഷെ ഇത്തരത്തിൽ ശ്രീകൃഷ്ണനെ അദ്ദേഹത്തിന്റെ ചിത്രം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിയുമായിട്ട് വരുമ്പോൾ അതിൽ ഗൂഢലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇത് ഗൂഢമായ ലക്ഷ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, കേസെടുക്കണം, സ്ഥാപനം അടച്ചുപൂട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഇതിന്റെ പിന്നിൽ പല സംഘടനകളും ഉണ്ടാവും. അതിൽ STP അടക്കമുള്ള UDP അടക്കമുള്ള സംഘടനകളുടെ ഒത്താശയോടുകൂടിയായിരിക്കും ഇവർ ചെയ്തിട്ടുള്ളത്. മനീഷ് ബഹിബാലുണ്ട് വിവരങ്ങളുമായി. മനീഷ്, എങ്ങനെയാണ് ഈ വിവാദങ്ങളുടെ തുടക്കം? പോലീസ് എന്താണ് ഇപ്പോൾ സംശയിക്കുന്നത്? ജില്ലയിൽ ഉടനീളം ഇതുമായി ബന്ധപ്പെട്ട് ഈ ചേർത്തലയിലെ മഹറ മന്തി ഹോട്ടലിലെ വിഷു ആശംസ പോസ്റ്ററിന്റെ പശ്ചാത്തലത്തിൽ പല രീതിയിലുള്ള മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പോസ്റ്ററുകളും ജില്ലയിലെ പല ആളുകളും അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്തും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മോണിറ്റർ ചെയ്യാൻ ജില്ലയിൽ പ്രത്യേക മോണിറ്ററിംഗ് സെല്ലിനെ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ VHPയുടെയും BDJSന്റെയും മാർച്ച് ഈ ഹോട്ടലിലേക്ക് നടന്നിരുന്നു. ഈ മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കെതിരെയും ചേർത്തല പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. നിലവിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഹോട്ടലിന് സുരക്ഷ വേണം, മതിയായ സുരക്ഷ വേണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും പോലീസിന്റെ സുരക്ഷ തുടരുകയാണ്. ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും കമന്റുകളും ഒക്കെ ഇട്ട 5 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ചേർത്തലയിലെ ഈ ഹോട്ടലിലേക്ക് മാർച്ച് നടത്തിയ ആളുകളെയൊക്കെ തന്നെ നിരീക്ഷിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഇതിന് പകരമായി, അതായത് ഈ വിഷു ആശംസ പോസ്റ്ററിൽ ശ്രീകൃഷ്ണന്റെ ചിത്രം ഉൾപ്പെടുത്തിയതിന് പകരമായി പന്നി മാംസത്തിനരികെ മുസ്ലിയാരുടെ ഫോട്ടോ ചേർത്ത പോസ്റ്റുകളും പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനെതിരെയും നിയമ നടപടി ശക്തമാക്കുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോഴിതാ ഈ ഹോട്ടലിലെ ആളുകൾ അവർ ക്ഷമാപണം നടത്തിയിരുന്നു. അവരുടെ ഭാഗത്തുനിന്ന് അറിയാതെ ഉണ്ടായൊരു കാര്യമാണെന്നതിന് ഖേദപ്രകടനം നടത്തിയിരുന്നു. പക്ഷേ അതിനെതിരെ അവർ മനഃപൂർവ്വമായ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ ഉണ്ടെന്നാണ് BDJSും VHP ആരോപിക്കുന്നത്. ഹോട്ടൽ അടച്ചുപൂട്ടുന്നവരെ സമരം ഉണ്ടാകുമെന്നും ഈ ഹോട്ടൽ ഉടമകൾക്ക് SDPI PDP സംഘടനകളുമായി ബന്ധമുണ്ടെന്നാണ് നിലവിൽ BDJS ആരോപിക്കുന്നത്. സ്മൃതി, മനീഷ് ബഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.